സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിമാരെ കൂട്ടത്തോടെ മാറ്റുന്ന തന്ത്രമാണ് ബി.ജെ.പി. പയറ്റുന്നത്. പലതരത്തിലുള്ള വിവാദങ്ങളിൽ കുടുങ്ങിയ എംപിമാരെ ജനങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് അപ്പാടെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ പരീക്ഷിക്കുകയാണ് ബി.ജെ.പി. മികച്ച ഭരണമാണെന്ന് പറയുമ്പോഴും ഈ എംപിമാരെ മാറ്റി നിർത്തിയത് അവരുണ്ടാക്കിയ ചീത്തപ്പേര് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. കേരളത്തിൽ തുടർഭരണം കിട്ടിയതിന് പിന്നാലെ തലക്കനം കൂടിയ സഖാക്കന്മാർ കാണിച്ചു കൂട്ടിയ ചെയ്തികളെ ഓർമ്മിപ്പിക്കുന്ന രീതികളാണ് പല ബി.ജെ.പി. എംപിമാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഇവരെ തന്നെ അവതരിപ്പിച്ചാൽ ഗതി കിട്ടില്ല എന്ന തിരിച്ചറിവിലാണ് പല വലിയ പേരുകളും ബി.ജെ.പി. വെട്ടിമാറ്റിയത്. വീണ്ടും സീറ്റ് കിട്ടി കേന്ദ്രമന്ത്രിയാകാമെന്ന് കണക്ക് കൂട്ടിയ പല നേതാക്കന്മാരെയും വീട്ടിലിരുത്തിയ ബി.ജെ.പി. അതിന് മുതിർന്നത് ജനങ്ങളെ പേടിച്ച് തന്നെയാണ്. 70% എംപിമാരും മോദി സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കിയാണ് പാർലമെന്റിൽ നിന്ന് പടിയിറങ്ങുന്നത്. പ്രാദേശികമായി തന്നെ പല വിവാദങ്ങളും കെട്ടടങ്ങിയത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഈ ബി.ജെ.പി. എംപിമാരുടെ തനിനിറം പുറത്തറിയാതെ പോയത്. വംശീയ അധിക്ഷേപമടക്കം നടത്തി ജനങ്ങളുടെ ശത്രുത സമ്പാദിച്ച എംപിമാർ വരെ ബി.ജെ.പി. കൂട്ടുകെട്ടിലുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 2 ഘട്ടമായി 267 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി.ജെ.പി. ഒഴിവാക്കിയത് 21% സിറ്റിംഗ് എംപിമാരെയാണ്. ഇതുവരെ പുറത്തു വന്ന കണക്ക് പ്രകാരം 2019 മത്സരിച്ച 67 എംപിമാർക്ക് അതേ സീറ്റിൽ നിന്നും പരിഗണന നൽകാൻ ബി.ജെ.പി. തയ്യാറായിട്ടില്ല. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, രമേഷ് ബിദുരി, പർവേഷ് വർമ്മ, ഗൗതം ഗംഭീർ അടക്കമുള്ള പ്രമുഖ എംപിമാരെ ബി.ജെ.പി. ജനങ്ങളുടെ കണ്ണിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. പാർട്ടി മണ്ഡലങ്ങളിൽ നടത്തിയ അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നതെന്നാണ് ബി.ജെ.പി. പറയുന്നത്. ഇത്തവണത്തെ പദ്ധതിയായ 370 സീറ്റ് എന്ന സംഖ്യ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ബി.ജെ.പി. മോശം ട്രാക്ക് റെക്കോർഡുള്ള എംപിമാരെ വീട്ടിലിരിക്കാൻ പറഞ്ഞയച്ചത്. മാർച്ച് 2-ന് പുറത്തിറക്കിയ ആദ്യ പട്ടികയിൽ നിന്നും 33 എംപിമാരെയാണ് ഒഴിവാക്കിയത്. ഇക്കൂട്ടത്തിലാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറും ബിദുരിയും പർവേഷ് വർമ്മയൊക്കെ ഉൾപ്പെട്ടത്. ഈ ബുധനാഴ്ച പുറത്തുവിട്ട 72 സ്ഥാനാർത്ഥികളുടെ 2ാം പട്ടികയിലും 30 എംപിമാരും ഒഴിവാക്കപ്പെടുകയായിരുന്നു. 2 ഘട്ടങ്ങളിലുമായി ബി.ജെ.പി. പുറത്തുവിട്ടിരിക്കുന്ന 267 പേരുടെ പട്ടികയിൽ 140 പേരും സിറ്റിംഗ് എംപിമാരാണ്. ഡൽഹിയിലെ 6 മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെയും ബി.ജെ.പി. ഇറക്കിക്കഴിഞ്ഞു. ഇക്കൂട്ടത്തിലാണ് ഗൗതം ഗംഭീറിനെ ഒഴിവാക്കി പകരം ആളെ എടുത്തത്. ഗംഭീറിന് പകരം ഹർഷ് മൽഹോത്രയാണ് കിഴക്കൻ ഡൽഹിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. വിദേശ സഹായകാര്യമന്ത്രി മീനാക്ഷി ലേഖി, ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച രമേഷ് ബിദുരി എന്നിവർക്കും സീറ്റ് നൽകാൻ ബി.ജെ.പി. ധൈര്യപ്പെട്ടിട്ടില്ല. ബുധനാഴ്ച പ്രഖ്യാപിച്ച 2ാമത്തെ പട്ടികയിൽ മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് 20 പേർ വീതവും ഗുജറാത്തിൽ നിന്ന് 7 പേരും ഇടം പിടിച്ചു. ഇതിനു പുറമെ തെലങ്കാന, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 പേർ വീതവും മധ്യപ്രദേശിൽ നിന്ന് 5 പേരും ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 2 പേർ വീതവും ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ പേരുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.